ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മഴക്കെടുതിയെ തുടർന്ന് അടച്ച ഷാർജയിലെ സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 29-ാം തീയതി മുതൽ തുറന്നു പ്രവർത്തിക്കും. ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അണുവിമുക്തമാക്കിയ ശേഷമാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതെന്ന് ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. പ്രളയത്തിനു ശേഷം 22 മുതൽ 25 വരെ ഓൺലൈനായിരുന്നു ക്ലാസുകൾ. എന്നാൽ മഴക്കെടുതിയിൽ പല കെട്ടിടങ്ങളിലും വൈദ്യുതി നിലച്ചതിനാൽ ഒട്ടേറെ കുട്ടികൾക്ക് ഈ ലേണിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. തെറ്റായ ഓവർടേക്കിംഗ് നടത്തുന്നവർക്ക് 1000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. റോഡ് ഷോൾഡറിൽ ഓവർടേക്ക് ചെയ്യരുതെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ചിത്രം സഹിതമാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയത്. അടിയന്തര വാഹനങ്ങളുടെ ആവശ്യങ്ങൾക്കായാണ് റോഡ് ഷോൾഡർ നീക്കിവച്ചിരിക്കുന്നത്. ജീവൻ രക്ഷിക്കാനായി അപകട സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആംബുലൻസുകൾക്കും പോലീസിന്റെ ഉൾപ്പെടെയുള്ള സുരക്ഷാ വാഹനങ്ങൾക്കും അധികാരികൾക്കും അതിവേഗം യാത്ര ചെയ്യാനുള്ള സ്ഥലമാണിത്. ഈ സ്ഥലം ഓവർടേക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. നിയമലംഘകർക്ക് 1000 ദിർഹം പിഴയും 6 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. ഒമാനിൽ മെയ് 2 മുതൽ ന്യൂനമർദ്ദത്തിന് സാധ്യത. മുന്നൊരുക്കങ്ങൾ നടത്താൻ സ്വദേശികൾക്കും താമസക്കാർക്കും അധികൃതർ നിർദ്ദേശം നൽകി. ഷാർജ വ്യാവസായിക മേഖലയിൽ വൻ തീപിടുത്തം. ദുബൈ ഷാർജ അതിർത്തിക്ക് സമീപമായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30-യോടെ തീപിടുത്തമുണ്ടായത്. ഇവിടെ നിന്നും ഉയർന്ന പുക മുഹൈസിനയിലടക്കം കാണാമായിരുന്നു. അതേസമയം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുന്നതിന് രക്ഷിതാക്കൾക്ക് കർശന നിർദ്ദേശവുമായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി. വാദിയിൽപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കുട്ടികളാണ് മരണപ്പെട്ടത്. നിരവധി മുന്നറിയിപ്പുകളും ക്യാമ്പയിനുകളും നടത്തിയിട്ടും ഇത്തരം സംഭവങ്ങൾ തുടർന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കൾ അധിക ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. അടുത്തിടെ ഒമാനിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും പെട്ട് 11 കുട്ടികൾ മരണപ്പെട്ടിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. നീന്താൻ കഴിയാത്ത കുട്ടികളെ പൂളുകളിൽ നിന്നും മാറ്റി നിർത്തണം. ഇവരെ തനിച്ചാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഫാം ഹൗസുകളിൽ വെച്ചുൾപ്പെടെ കുട്ടികൾ വെള്ളത്തിൽ മുങ്ങുന്ന സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. നീന്തൽക്കുളങ്ങൾ, അരുവികൾ, വെള്ളക്കെട്ടുകൾ, വാദികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ രക്ഷിതാക്കൾ ജാഗ്രത പാലിച്ചിരിക്കണം. കുളം കമ്പിവേലി കെട്ടി സംരക്ഷിച്ചതാണെങ്കിലും കുട്ടികൾ അതിനിടയിലൂടെ നുഴഞ്ഞു പോകും. ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് കുളത്തിനു ചുറ്റും ചുരുങ്ങിയത് 1 മീറ്റർ ഉയരത്തിലുള്ള തടസ്സം വേണം. മാത്രമല്ല വാതിൽ വെച്ച് അടയ്ക്കുകയും വേണം. മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് മുങ്ങിമരണം വർദ്ധിക്കുന്നതിന് കാരണം. രക്ഷിതാക്കളും ജാഗ്രതരായിരിക്കണം. മുങ്ങിമരണങ്ങളിൽ അധികവും കുട്ടികളാണ്. മുസന്തം ഗവർണറേറ്റിലെ ഖസബ് സിപ്പ് ലൈനിൽ ആസ്വദിക്കാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. സാഹസിക വിനോദത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ട സ്പോട്ടായി സിപ്പ് ലൈൻ മാറിയിരിക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളാണ് വാരാന്ത്യങ്ങളിൽ ഉൾപ്പെടെ ഇവിടെ എത്തുന്നത്. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് സിപ്പ് ലൈൻ പ്രവർത്തിക്കുന്നത്. ഒമാൻ അഡ്വഞ്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ പദ്ധതി ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിപ്പ് ലൈനാണ്. ജബൽഫിറ്റിൽ നിന്നും ആരംഭിച്ച് ഖോർക്കാദിയുടെയും മോക്കി പ്രദേശത്തിന്റെയും മനോഹരമായ ഭൂപ്രകൃതിയിലൂടെ കടന്നുപോകുന്ന സിപ്പ് ലൈനിന്റെ ആകെ നീളം 1800 മീറ്ററാണ്. ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഒമ്രാൻ ഗ്രൂപ്പ് ഒരുക്കിയ സിപ്പ് ലൈൻ അത്താന ഖസബ് ഹോട്ടലുമായാണ് ലാൻഡിംഗ് പോയിന്റ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സന്ദർശക കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട്. ഒമാനിലെ ഏറ്റവും ഉയരത്തിലുള്ള സിപ്പ് ലൈനാണ് മുസന്തത്തേത്. 220 മീറ്റർ ഉയരത്തിലാണ് ഇതുള്ളത്. അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായി നൂതന ബ്രേക്കിംഗ് സിസ്റ്റം, റൈഡർമാരെ സംരക്ഷിക്കുന്നതിനുള്ള ഹെൽമറ്റുകൾ, സുരക്ഷാ ജാക്കറ്റുകൾ തുടങ്ങിയവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒമാനിലെ ബ്ലഡ് ബാങ്കിൽ പ്ലേറ്റ്ലെറ്റുകൾ ദാനം ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. നിലവിൽ പ്രതിദിനം വലിയ തോതിൽ പ്ലേറ്റ്ലെറ്റ് ദാതാക്കളെ ആവശ്യമുണ്ട്. പ്ലേറ്റ്ലെറ്റുകൾ ആവശ്യമായ നിരവധി മെഡിക്കൽ അവസ്ഥകൾ ഉള്ളതിനാൽ എല്ലാവരും ദാനം ചെയ്യാൻ തയ്യാറാകണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. അതേസമയം രാജ്യത്ത് രക്തദാനത്തിന്റെ ആവശ്യകതയും രക്തദാതാക്കളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. പ്രതിവർഷം 10 മുതൽ 15% വരെ രക്തത്തിന്റെ ആവശ്യകത വർദ്ധിക്കുകയാണ്. രാജ്യത്തെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് സുരക്ഷിതമായി രക്തവിതരണം ഉറപ്പുവരുത്തുകയാണ് സെൻട്രൽ ബ്ലഡ് ബാങ്ക്. രക്തദാതാക്കളെ തെരഞ്ഞെടുക്കുന്നതും കൃത്യമായ മാനദണ്ഡങ്ങളോടെയാണ്. ശേഖരിക്കുന്ന രക്തം സുരക്ഷിതമാക്കണം എന്നതിനാലാണിത്.
സന്നദ്ധ രക്തദാനം 96% ഉയർന്നതായും അധികൃതർ വ്യക്തമാക്കി. വിവിധ വിഭാഗങ്ങളുമായി സഹകരിച്ച് വിവിധ രക്തദാന ക്യാമ്പയിനുകൾ ബ്ലഡ് ബാങ്ക് സർവീസസ് വിഭാഗം നടത്തിവരുന്നു. പ്രതിവർഷം 300-ൽ പരം രക്തദാന ക്യാമ്പുകളാണ് നടന്നുവരുന്നത്. മലയാളി സംഘടനകളും കൂട്ടായ്മകളും നിരവധി രക്തദാന ക്യാമ്പുകളാണ് ഓരോ വർഷവും അധികൃതരുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ 13 ബ്ലഡ് ബാങ്കുകളാണ് രാജ്യത്ത് നിലവിലുള്ളത്. ബോഷർ സെൻട്രൽ ബ്ലഡ് ബാങ്കിന് പുറമെ റുസ്താഖ്, സൊഹർ, ബുറൈമി, ഇബ്രി, നിസ്വ, ഇബ്ര, ജലാൻബനി, ബു അലി, സൂർ, സലാല, ഖസബ്, ദബ, മസീറ ആരോഗ്യ കേന്ദ്രങ്ങളിലും ബ്ലഡ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മസ്കറ്റ് ഗവർണറേറ്റിലെ ബോഷർ വിലായത്തിൽ ഷാത്തി അൽ ഖുറം ബീച്ചിൽ 8 പ്രവാസികൾ കടലിൽ വീണു. ഒരാൾ മരണപ്പെട്ടതായും മറ്റ് 7 പേരെ രക്ഷപ്പെടുത്തിയതായും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. 7 പേരുടെയും നില ഗുരുതരമാണ്. ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ടവർ ഏഷ്യൻ രാജ്യക്കാരാണ്. എന്നാൽ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ദോഫർ ഗവർണറേറ്റിൽ നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വിഭാഗവുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിൽ 800-ലധികം മയക്കുമരുന്ന് ഗുളികകൾ പിടിച്ചെടുത്തു. ഏഷ്യക്കാരനായ ഒരാളെ അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി. മസ്കറ്റ് നഗരസഭ സീബ് വിലായത്തിൽ നടപ്പിലാക്കുന്ന നടപ്പാത പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 84,400 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ളതാണ് പദ്ധതി. മവേല, അൽഹൈൽ, അൽഖൂദ് എന്നീ പ്രദേശങ്ങളോട് ചേർന്നുള്ള പദ്ധതി വിലായത്തിന്റെ മധ്യത്തിലാണ് വികസിപ്പിക്കുന്നത്. പദ്ധതിയിൽ വിനോദ ഘടകങ്ങൾ, പിക്നിക്കുകൾക്കും ശാരീരിക പ്രവർത്തനങ്ങൾക്കുമുള്ള മേഖലകൾ, സൈക്കിൾ പാത, മറ്റ് വിവിധ സേവനങ്ങളും ഉണ്ടാകും. ഗോൾഡൻ ജൂബിലി വാക്കിൽ 1972 മീറ്റർ കാൽപാത, 1972 മീറ്റർ നീളവും 3 മീറ്റർ വീതിയിലുമുള്ള സൈക്കിൾ പാത, കായിക വിനോദത്തിനുള്ള ഉപകരണങ്ങൾ സജ്ജീകരിച്ച 2 സൈറ്റുകൾ, കുട്ടികളുടെ 2 കളിസ്ഥലങ്ങൾ, 140 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്ക് പ്രകൃതിദത്തമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന പദ്ധതിയിൽ 38,250 ചതുരശ്ര മീറ്ററിൽ ഹരിത സ്ഥലങ്ങളുമുണ്ടാകും. കായിക സംസ്കാരം പ്രചരിപ്പിക്കാനും വാണിജ്യ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കാനും പ്രദർശനങ്ങളും വിനോദ പരിപാടികളും സംഘടിപ്പിക്കാനും പദ്ധതി സഹായകമാകും. മസ്കറ്റ് നഗരത്തെ വികസിപ്പിക്കുന്നതിനും പൗരന്മാർക്കും താമസക്കാർക്കും വിനോദ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പദ്ധതി ഒരുങ്ങുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാത ഒരുക്കുകയാണെന്നും നഗരസഭ അധികൃതർ വ്യക്തമാക്കി. കടൽ വഴി ഒമാനിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച ഏഷ്യൻ രാജ്യക്കാരായ വിദേശികളെ അറസ്റ്റ് ചെയ്തു. നിയമ നടപടികൾ സ്വീകരിച്ചതായും ബന്ധപ്പെട്ട അധികൃതർ കൂട്ടിച്ചേർത്തു. കനത്ത മഴയിൽ ദാഹിറ ഗവർണറേറ്റിലെ ദംഗ് വിലായത്തിൽ നിന്നും കാണാതായ എമിറാത്തി പൗരന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു. ആധുനിക സംവിധാനങ്ങൾ അടക്കമുള്ളവ ഉപയോഗിച്ച് വിവിധ വകുപ്പുകളുമായി ഏകോപിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. കാണാതായ ആളെ കണ്ടെത്താൻ ബന്ധപ്പെട്ട സംഘങ്ങൾ നടത്തുന്ന തിരച്ചിൽ വിജയിക്കുമെന്ന് NCMA ഉദ്യോഗസ്ഥൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയിൽ രാജ്യത്തെ വടക്കൻ ഗവർണറേറ്റിലുണ്ടായ കനത്ത മഴയിൽ 21 പേരാണ് മരണപ്പെട്ടത്.